ഇന്ന് വലിയൊരു അതിശയം നടന്നിരിക്കുന്നു. ഞാനിന്ന് ചാവക്കാട് പോയിരുന്നു. ചാവക്കാട് പോയിട്ട് വരുന്ന സമയത്ത് 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 6 മണിക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ കണ്ണനെ തൊഴാൻ കിടക്കാൻ പറ്റും. എനിക്ക് പ്രാദേശികം തൊഴുകയാണെങ്കിൽ 6 മണിയുടെ ഉള്ളിൽ ഞാൻ വരണം. 5:30 5:45 അങ്ങനെയാണ് ഞാൻ ദിവസം പോവാറ്. പ്രാദേശികം തൊഴുകയാണെങ്കിൽ 6ൻ്റെ മുന്നേ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കാല് വെക്കണം. ഇല്ലെങ്കിൽ അവർ എന്തു തന്നെ പറഞ്ഞാലും നമ്മൾ ഇവിടെ ഉള്ളതാണെന്നും എന്തു പറഞ്ഞാലും അവർ കയറ്റില്ല. 6 മണി ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾ വന്നു നിന്നു. പിന്നെ ഒരു മനുഷ്യനെ പോലും അവർ കയറ്റാറില്ല. ഞാൻ അപ്പോൾ ഈ ഗുരുവായൂർ കിഴക്കേ നടക്കിൽ വന്ന് മഞ്ഞളാലിൻ്റെ അവിടെ ഗരുഡൻ നിൽക്കണതിൻ്റെ അവിടെ ഞാൻ ഓട്ടോ വന്ന് നിൽക്കുന്ന സമയത്ത് 5:55 അവിടെ നിന്ന് എനിക്ക് എങ്ങനെ പടിഞ്ഞാറ് നടയിലെത്താൻ പറ്റും? 5 മിനിറ്റിൽ പടിഞ്ഞാറ് നടയ്ക്ക് എത്താൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാൻ വേഗം നടന്ന് ഞാൻ പടിഞ്ഞാറ് നടയിൽ എത്തുമ്പോൾ ഇനി 3 മിനിറ്റ്, ഇനി 2 മിനിറ്റിൽ ഞാൻ ഗുരുവായൂരിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. എൻ്റെ കയ്യിൽ ഫോണുണ്ട്. ഫോൺ വെച്ച് ഗുരുവായൂരിൻ്റെ ഉള്ളിലേക്ക് കടത്തില്ല, അമ്പലത്തിലേക്ക് കടത്തില്ലല്ലോ. ഈ ഫോൺ 2-3 പെണ്ണുങ്ങൾ അവിടെ സ്ത്രീകളിരിക്കുന്നവരോടൊക്കെ ചോദിച്ചു, ഈ ഫോൺ വെക്കും, ഞാൻ ഒന്ന് ഉള്ളിൽ പോയിട്ട് വരാം, ഞങ്ങളാരും വെക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇത് ഫോൺ വെക്കാൻ പോയി കഴിഞ്ഞാൽ ഈ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ അമ്പലത്തിലേക്ക് കടക്കും വേണം, ഫോൺ വെക്കും വേണം. അതിന് സമയം കിട്ടില്ല. എന്തായാലും ക്യൂ ആണ് അവിടെ, അയ്യപ്പന്മാരുടെ ക്യൂ ആണ് അവിടെ. എന്താ ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഒരാൾ അവിടെ ഒരു ബാഗും പിടിച്ച് നിൽക്കുന്നുണ്ട്. കവർ വിൽക്കുന്ന ആളാണ്. ഇപ്പോൾ അയ്യപ്പന്മാരുടെ കവർ വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, സാർ ഒരു കാര്യം ചെയ്യും, ഈ ഫോണൊന്ന് പിടിക്കുമോ, ഞാൻ ഉള്ളിൽ കടന്ന് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു. അയാൾ തിരിച്ചിങ്ങോട്ട് ഒരു വാക്ക് പോലും അറിഞ്ഞില്ല, ആ ഫോൺ മേടിച്ച് കയ്യിൽ വെച്ചു. ഞാൻ അങ്ങനെ ഒരേ ഓട്ടം ഓടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ നോക്കിയപ്പോൾ അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, എന്താണ് ഇത്ര ഓടിയിട്ട് വരുന്നത്? ഞാൻ പറഞ്ഞു, 2 മിനിറ്റിനുള്ളിലേക്ക് അമ്പലത്തേക്ക് കിടക്കണം. അത് കാരണം ആ ബാഗിൽ ഫോൺ ഉണ്ടല്ലേ, എൻ്റെ ബാഗിലൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഈ ബാഗ് കൂടെ വെച്ചോ പറഞ്ഞിട്ട് അവർ ശരിയെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കടന്നു. ഞാൻ കറക്റ്റായിട്ട് ചെല്ലണ അയ്യപ്പൻ്റെ അവിടെ ക്ലോസ് ചെയ്യണ്. ഞാൻ ഉള്ളിലേക്ക് കടന്നു. ഞാൻ ഓടിക്കതച്ചിട്ടുണ്ട്, എന്നെ വിയർത്തിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു എന്തായാലും. ഞാൻ പറഞ്ഞു ലേറ്റായിരുന്നു, അത് കാരണമാണ്. കടന്നു കറക്റ്റായിട്ട്. അപ്പോൾ ഗുരുവായൂരപ്പനെ ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ലല്ലോ, നന്നായിട്ട്. ഇല്ലെങ്കിൽ ഉള്ളിൽ പോയി നമുക്ക് തൊഴാൻ പറ്റില്ല, എങ്ങനെ പോവും? പ്രാദേശിക സമയം കഴിഞ്ഞ പിന്നെ നമ്മളെ കടത്തില്ല, പിന്നെ കാണാൻ പറ്റില്ല കണ്ണനെ. എനിക്ക് രാത്രി ഞാൻ വിഷമിച്ച് ഞാൻ കരഞ്ഞു. അങ്ങനെ കണ്ണിലെല്ലാം വെള്ളം വന്നു. കണ്ണനെ കണ്ടോടുകൂടി ഞാൻ കരഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. എന്നങ്ങനെ സംഭവിച്ചു. സത്യമായിട്ടും എൻ്റെ ഗുരുവായൂരപ്പനുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ. കൃഷ്ണൻ്റെ അനുഗ്രഹവും കൃഷ്ണനുണ്ട്. എത്ര ഭക്തർ വിളിക്കുന്നില്ലേ, കൃഷ്ണൻ അവിടെ ഉണ്ട് കേട്ടോ. സത്യമാണ്.